ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായൊരു രാത്രിയുടെ വാർത്തകളിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 2026 മാർച്ച് 21 ശനിയാഴ്ച ഇസ്രായേലിന്റെ ആകാശത്ത് മിസൈലുകൾ മഴവില്ലുപോലെ പെയ്തിറങ്ങിയപ്പോൾ അത് കേവലം ഒരാക്രമണമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു. സൈറണുകൾ മുഴങ്ങുന്ന നഗരങ്ങൾ, പ്രകമ്പനം കൊള്ളുന്ന ഭൂമി, മിസൈൽ വേധ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞ് ജനവാസമേഖലകളിൽ പതിക്കുന്ന സ്ഫോടനങ്ങൾ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഭീതി ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകില്ല. അർദ്ധരാത്രിയോടെ ഇറാന്റെ മണ്ണിൽ നിന്നും തൊടുത്തുവിട്ട നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ഹൃദയഭാഗങ്ങളായ അരാദിലും ഡിമോണയിലും ചെന്ന് പതിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം സ്തംഭിച്ചുപോയി. ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനോടകം 150ഓളം പേരെയാണ് അടിയന്തര ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിനെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിയത്. ശനിയാഴ്ച രാത്രി ഇസ്രായേൽ ജനത ഉറക്കമില്ലാതെ ചെലവഴിച്ചപ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ചോദിച്ചത് ഒന്നാണ്: ഇതൊരു മഹായുദ്ധത്തിന്റെ തുടക്കമാണോ? ഇസ്രായേലിലെ അതീവ സുരക്ഷയുള്ള ആണവ നിലയങ്ങൾക്ക് സമീപം വരെ ഈ ആക്രമണം എത്തിയത് വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണോ നൽകുന്നത്? ഈ ഭീകരമായ രാത്രിയിലെ ഓരോ നിമിഷവും വരാനിരിക്കുന്ന വലിയൊരു സംഘർഷത്തിന്റെ മുന്നോടിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിർന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നമ്മൾ കുറച്ചു ദിവസങ്ങൾ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച ഈ നേരിട്ടുള്ള സംഘർഷം ഇന്ന് 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ തീവ്രത വർദ്ധിക്കാൻ പ്രധാനമായൊരു കാരണമുണ്ടായിരുന്നു. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയമായ നടാൻസിന് നേരെ നടന്ന സ്ഫോടനമായിരുന്നു ആ വഴിത്തിരിവ്. ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുകയും ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഭീകരമായ നടപ്പിലാക്കലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നമ്മൾ കണ്ടത്. കേവലമൊരു പ്രതികാരമെന്നതിലുപരി തങ്ങളുടെ ആണവ പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകുന്ന ശക്തമായൊരു മുന്നറിയിപ്പാണിതെന്നാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ട പ്രസ്താവനകളിൽ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇസ്രായേലും ഇറാനും ഇപ്പോൾ പരസ്യമായി നേർക്കുനേർ വന്നിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനം മുതൽ തുടങ്ങിയ ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങൾ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം പ്രഹരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ചാരസംഘടനയായ മൊസാദിന്റെ താവളങ്ങളെയും ലക്ഷ്യം വെച്ചാണ് തങ്ങൾ നീങ്ങുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും ജനവാസമേഖലകളിൽ മിസൈലുകൾ പതിക്കുന്നത് വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ യുദ്ധം വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ പകവീട്ടലിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ്. ഈ ആക്രമണത്തിന്റെ ഏറ്റവും ഭയാനകമായ മുഖം കണ്ടത് ദക്ഷിണ ഇസ്രയേലിലെ അരാദ്, ഡിമോണ എന്നീ നഗരങ്ങളിലാണ്. ഇസ്രയേലിന്റെ ഏറ്റവും അതീവ സുരക്ഷയുള്ള ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഡിമോണ ലക്ഷ്യമാക്കി മിസൈലുകളെത്തിയത് ലോകത്തെ ഞെട്ടിച്ചു. ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു തന്ത്രപ്രധാനമായ മേഖലയ്ക്ക് നേരെ ഇത്രയും ശക്തമായ മിസൈൽ വർഷമുണ്ടാകുന്നത്. ഡിമോണയിൽ മാത്രം ഏകദേശം 33 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. എന്നാൽ അതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളുണ്ടായത് അരാദ് നഗരത്തിലാണ്. മിസൈലുകൾ നേരിട്ട് പതിച്ചതിനെ തുടർന്ന് അവിടുത്തെ ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളുടെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും റോഡുകളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. അരാദിൽ മാത്രം 75ഓളം പേർക്ക് പരിക്കേറ്റു. അതിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്ന വാർത്ത ലോകത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ കവചമെന്ന് കരുതപ്പെടുന്ന അയൺ ഡോം, ആരോ എന്നിവിടങ്ങളിൽ സിസ്റ്റങ്ങളെ മറികടന്ന് എങ്ങനെയാണ് ഇത്രയധികം മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയത് എന്നത് സൈനിക വിദഗ്ധരെ അമ്പരപ്പിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിന്റെ റഡാറുകളെ കബളിപ്പിച്ചോ അതോ ഒരേ സമയം വിക്ഷേപിച്ച മിസൈലുകളുടെ എണ്ണം പ്രതിരോധ സംവിധാനത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നോ എന്ന കാര്യത്തിൽ ഇസ്രയേൽ സൈന്യം ആഴത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പരിക്കേറ്റ 150ഓളം പേരെ ബീർഷെബയിലെ സൊറോക്ക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആ രാത്രിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിളിച്ചു പറയുന്നു. ഇത് കേവലം കെട്ടിടങ്ങൾ തകർന്ന വാർത്തയല്ല, മറിച്ച് ഇസ്രയേലിന്റെ സുരക്ഷാബോധ്യങ്ങളെ തന്നെ പിടിച്ചുലച്ച ഒരു സംഭവമാണ്. ഇസ്രയേലിന് നേരെയുണ്ടായ ഈ ശക്തമായ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിന് നേരെയും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി സൂചനകളുണ്ട്. മേഖലയിലെ പ്രധാന ശക്തികളിലൊന്നായ സൗദിക്ക് നേരെയുള്ള ഈ നീക്കം യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി. ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഉടൻ തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിക്കുകയും ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാന്റെ ഈ നീക്കം മേഖലയിലെ സമാധാനത്തിനു വലിയ ഭീഷണിയാണെന്നും ഇതിന് ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. മറുഭാഗത്ത് റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നാവശ്യപ്പെടുമ്പോഴും ഇറാന്റെ നീക്കങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ അവർ തയ്യാറായിട്ടില്ല. ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗൾഫ് രാജ്യങ്ങളാകെ ഈ പുതിയ യുദ്ധമുഖം തുറന്നതിൽ വലിയ ആശങ്കയിലാണ്. കാരണം ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഈ സംഘർഷം നേരിട്ട് ബാധിക്കുമെന്നുറപ്പാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഈ രാത്രിയെ ഏറ്റവും കഠിനമായ രാത്രിയെന്ന് വിശേഷിപ്പിച്ചത് വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ വിഷയം വലിയൊരു ചേരിതിരിവിന് കാരണമാകുമോ എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഈ മിസൈൽ വർഷം വെറുമൊരു ആക്രമണമല്ല, മറിച്ച് ലോകം ഭയക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകലാണോ എന്ന ആശങ്കയിലാണ് ഇന്ന് ഓരോരുത്തരും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം തന്നെ ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കോ സൈനിക താവളങ്ങൾക്കോ നേരെ ഒരു പ്രത്യാക്രമണമുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിനെ ഒന്നടങ്കം ചാമ്പലാക്കാൻ ശേഷിയുള്ള ഒന്നായിരിക്കും. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാന്റെ ഭാഗത്ത് നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ആഗോളതലത്തിലുള്ള ഒരു മഹായുദ്ധമായി മാറും എന്നതിൽ തർക്കമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമാണ്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഈ സംഘർഷം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ആഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടിവരും. സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുകയും നഗരങ്ങൾ തകരുകയും ചെയ്യുന്ന ഈ അവസ്ഥയ്ക്ക് എന്നാണ് അന്ത്യമുണ്ടാകുക എന്നത് ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എണ്ണവില വർധനവ് മുതൽ ആഗോള സാമ്പത്തിക മാന്ദ്യം വരെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളായി നമ്മളിലേക്കെത്തും. സമാധാനത്തിന്